എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ NCA ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫ്രം ദ ബിലോ സ്റ്റേറ്റ്മെൻറ്റ് ദ കറക്റ്റ് വൺ റിഗാർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഹാമർ ഈസ്. From the given below statement, choose the correct one regarding the classification of a hammer. ഹാമറിൻ്റെ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പീനിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്യൂട്ട് ബെസ്റ്റ് റിഗാർഡിംഗ് ദ ലെങ്ത് ഓഫ് ദ ഫയൽ. ലെങ്ത് ഓഫ് ദ ഫയലിന് സ്യൂട്ട് ആവുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ഹീലാണ്. ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ഹീല്. അടുത്ത ചോദ്യം, choose the caliper which is extremely useful for scribing lines parallel to the edge of the work. ഇതെന്താണ്? ഓഡ് ലെഗ് കാലിപ്പർ ആണ് ശരി ഉത്തരം. ഓഡ് ലെഗ് കാലിപ്പർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറസ്പോണ്ടിങ് ടു ദ ആക്യുറസി ഓഫ് എ ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? 0.002 mm per 10 mm ലെങ്ത്. അടുത്ത ചോദ്യം, നെയിം ദ വൈസ് that a blacksmith uses most often. ആൻസർ എന്താണ്? ലെഗ് വൈസ് ആണ്. ലെഗ് വൈസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഇൻ ഷാങ്ക് ഓഫ് ടീസ് ഡ്രിൽ ആൻഡ് റീമേഴ്സ്. ആൻസർ മോർസ് ടേപ്പർ ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഡയറക്ഷൻ ഓഫ് ദ ടൂൾ മൂവ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ദ ലേത്ത് ആക്സിസ് ഇൻ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പാരലൽ. അടുത്ത ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ടേപ്പർ ഓഫ് ദ ലേറ്റ് സ്പിൻഡിൽ നോസ് വെർ ദ ചക്ക് ഓഫ് ദ ഫേസ് ഈസ് മൗണ്ടഡ്. ആൻസർ ജാർനോ ടേപ്പർ. അടുത്ത, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ഓവർ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്. ആൻസർ പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ ഫോർ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ. അടുത്ത ചോദ്യം, സ്റ്റേ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഇൻ ഇൻഡസ്ട്രീസ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, മോർസ് ടേപ്പർ. അടുത്ത ചോദ്യം, ദ എലമെൻറ്റ് ഓഫ് ദ ടേപ്പർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ നമ്പർ ഇൻ മെട്രിക് ടേപ്പർ ഈസ്. ആൻസർ ബിഗ് ഡയമീറ്റർ. അടുത്ത, വാട്ട് ഈസ് ദ ടേപ്പർ റേഷ്യോ for a taper of length 18 unit and the difference in diameter is 1 unit. Answer 1:18. അടുത്ത ചോദ്യം, which one of the following taper turning method can be used for cutting internal taper without power feed. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, കോമ്പൗണ്ട് റസ്റ്റ് സ്വിവലിംഗ് മെത്തേഡ്. അടുത്ത ചോദ്യം, what is the ratio of the standard pin taper used in taper pins. ആൻസർ 1:50. അടുത്തത്, വാട്ട് ആർ ദ റേഞ്ച് ഓഫ് മോസ്റ്റ് ടേപ്പർ യൂസ്ഡ് ഓൺ ടേപ്പർ ട്വിസ്റ്റ് ഡ്രിൽസ് ലേത്ത് സെൻറ്റേഴ്സ് ആൻഡ് റീമേഴ്സ്. ആൻസർ M10 to MT4, MT0 to MT4. അടുത്തത്, ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ദ ടേപ്പർ ഓഫ് എ ലെങ്ത് 100 mm if the big diameter is 75 mm and the small diameter is 65 mm. ആൻസർ ഓപ്ഷൻ എ ആണ്, 2.2:20. അടുത്ത ചോദ്യം, ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ ദ റിക്വയർഡ് ടു ടേൺ എ ടേപ്പർ ത്രൂ 40 mm ആൻഡ് ലെങ്ത് ഫ്രം എ റോ ഡയമീറ്റർ ഓഫ് 30 mm, 80 mm ലെങ്ത് കീപ്പിംഗ് ബിഗ് ഡയമീറ്റർ 25 mm ആൻഡ് സ്മോൾ ഡയമീറ്റർ 20 mm. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 0.5 mm. അടുത്ത ക്വസ്റ്റ്യൻ, if the diameter of the workpiece is increasing or decreasing uniformly, then the ratio of the difference in diameter to the length is termed as. ഓപ്ഷൻ ഡി ആണ്, കോണിസിറ്റി. അടുത്ത ചോദ്യം, which one of the following statement should be kept in mind while swiveling the compound rest for taper turning. ആൻസർ ഡി ആണ്, സെറ്റ് ദ കോമ്പൗണ്ട് റസ്റ്റ് അറ്റ് ഹാഫ് ദ ടേപ്പർ ആംഗിൾ.
അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദ കോമ്പൗണ്ട് റസ്റ്റ് ടു ബി സിവൽഡ് വൈൽ ടേണിംഗ് എ ടേപ്പർ ഓഫ് ബിഗ് ഡയമീറ്റർ 60 mm ആൻഡ് സ്മോൾ ഡയമീറ്റർ 20 mm ഫോർ എ ലെങ്ത് ഓഫ് 20 mm. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 45 ഡിഗ്രി. അടുത്ത ചോദ്യം, ദ എൻഡ് ഓഫ് ദ ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റ് ഷേപ്പ് ഈസ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കോണിക്കൽ. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. യൂസ്ഡ് ടു റിമൂവ് ദ ബ്രോക്കൺ ടാപ്പ് ഇൻ എ ഹോൾ. എന്താണ്? അതാണ് ടാപ്പ് എക്സ്ട്രാക്ടർ. അടുത്തത് ഡ്രിൽ ചെക്സ് ആർ ഹെൽഡ് ഓൺ ദ മെഷീൻ സ്പിൻഡിൽ ബൈ മീൻസ്. ആൻസർ ആർബർ. അടുത്തത് വിച്ച് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ടാപ്പ് ഡ്രിൽ സൈസ്. ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞാൽ ടാപ്പ് സൈസ് മൈനസ് പിച്ചാണ്. അടുത്തത് ദ പോയിൻ്റ് ആംഗിൾ ഓഫ് ദ ജനറൽ പർപ്പസ് ഡ്രിൽ എത്രയാണ്? ജനറൽ പർപ്പസ് ഡ്രില്ലിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 118 ഡിഗ്രിയാണ്. അടുത്തത് ദ ആംഗിൾ ഓഫ് ദ BSW ത്രെഡ് എത്രയാണ്? 55 ഡിഗ്രി. അടുത്തത് ദ ലീഡ് ഓഫ് എ 3 സ്റ്റാർട്ട് ത്രെഡ് 2 mm പിച്ചീസ്. അതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 6 mm ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ സ്ക്രൂ ത്രെഡ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് മെറ്റൽ റിമൂവൽ ബൈ ദ പ്രോസസ് ഈസ് കോൾഡ്. ത്രെഡ് റോളിംഗ്. അടുത്തത് ഇൻ സ്ക്രൂ ജാക്ക് ദ ത്രെഡ് യൂസ്ഡ് ആർ. ത്രെഡ് യൂസ് ചെയ്യുന്നതാണ് സ്ക്വയർ ത്രെഡ്. അടുത്ത ചോദ്യം, വെൻ ആൻ എക്സ്റ്റേണൽ ഗിയർ ഈസ് മെഷ്ഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ ഗിയർ ദ ഗിയേഴ്സ് വിൽ ബി റൊട്ടേറ്റ് ഇൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഗേജ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഇൻറ്റേർണൽ ത്രെഡ്. ആൻസർ ത്രെഡ് പ്ലഗ് ഗേജ്. അടുത്തത് BSW സ്ക്രൂ ത്രെഡ് ആർ ജനറലി യൂസ്ഡ് ഫോർ. ആൻസർ ഇലക്ട്രിക്കൽ ഗുഡ്സ്. ദ ഡെപ്ത് ഓഫ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ത്രെഡ് എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 0.6134 p. അടുത്ത ചോദ്യം, ഇൻ ത്രെഡ് അസംബ്ലി ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ് ടേക്ക് പ്ലേസ് ഇൻ ദി. ഓപ്ഷൻ ഡി ആണ്, ഫ്ലാങ്ക്. അടുത്ത റൂട്ട് ഡയമീറ്റർ ഓഫ് ദ ത്രെഡ് ഈസ് അനദർ നെയിം ഓഫ് മൈനർ ഡയമീറ്റർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ക്രൂ ത്രെഡ് എലമെൻറ്റ് ഈസ് നോട്ട് ചെക്ക്ഡ് വിത്ത് ദ ത്രെഡ് റിംഗ് ഗേജ്. ആൻസർ ഹെലിക്സ് ആംഗിൾ. വിച്ച് ഈസ് ദ സ്പീഡ് റേഷ്യോ ഓഫ് ദ ഗിയർ ട്രെയിൻ. ഓപ്ഷൻ എ ആണ്, N1/N2 ഈക്വൽ ടു T2/T1. അടുത്തത് സ്ക്രൂ ത്രെഡ് ഈസ് ഫോംഡ് ഓൺ എ സിലിണ്ടറിക്കൽ സർഫസ് ബൈ കട്ടിംഗ്. ഓപ്ഷൻ ഡി ഹെലിക്കൽ ഗ്രൂസ്. അടുത്തത് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഗിവൺ പോയിന്റ് ഓൺ ദ ത്രെഡ് ടു കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ നെക്സ്റ്റ് ത്രെഡ് ഈസ് കോൾഡ്. അതിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അടുത്ത വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് കൺസിഡേർഡ് എ സ്ട്രോങ് ആൻഡ് ഫ്രീക്വൻറ്റ്ലി യൂസ് ഫോർ പവർ ട്രാൻസ്മിഷൻ. ആക്മെ ത്രെഡ്. അടുത്ത ചോദ്യം, ദ ഫങ്ഷൻസ് ഓഫ് ദ മെഷീൻ ടൂൾസ് ആർ. മെഷീൻ ടൂളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, ഇതിൽ പറയുന്ന എല്ലാം വരുന്നുണ്ട്, ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ പീസ് ഓഫ് ദ മെഷീൻ വരുന്നുണ്ട്. അതുപോലെ ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ കട്ടിംഗ് ടൂൾ വരുന്നുണ്ട്. ടു പ്രൊവൈഡ് എ റിക്വസിറ്റ് മോഷൻ ടു വർക്ക് പീസ് ഓൺ ബോത്ത് വരുന്നുണ്ട്. ടു റെഗുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ആൻഡ് സ്പീഡ് ഓഫ് ദ ടൂൾ ആൻഡ് വർക്ക് പീസ് വരുന്നുണ്ട്. അതെല്ലാം വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ദ സെൻട്രൽ ലെയ്ത്ത് ഈസ് സ്പെസിഫൈഡ് ബൈ. സെൻട്രൽ ലെയ്ത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൾ ഓഫ് ദീസ് വരുന്നുണ്ട്, ഓൾ ഓഫ് ദി എബോവ് വരുന്നുണ്ട്. അതായത് വിഡ്ത്ത് ഓഫ് ദി ബെഡ് വരുന്നുണ്ട്, ഫേസ് പ്ലേറ്റ് ഡയമീറ്റർ വരുന്നുണ്ട്, മോസ്റ്റ് ടേപ്പർ സെൻറ്റർ വരുന്നുണ്ട്, മാക്സിമം സ്വിങ് ഓവർ ദി ബെഡ് വരുന്നുണ്ട്. അടുത്തത് ദ ലേത്ത് ബെഡ് വെയ്സ് ആർ മോസ്റ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് ദ ക്ലോസ്ഡ് ഗ്രേസ് ആൻഡ് ദ അഡ്വാൻറ്റേജസ് ആർ. ദോ ആൻസർ 1, 2, 3 ആണ്.
1, 2, 3 ആണ് വരുന്നത്. റെസിസ്റ്റ് വൈബ്രേഷൻ. കാർബൺ ഈസ് ദ ഫ്രീ സ്റ്റേറ്റ് വിച്ച് ഹാസ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ക്യാൻ വിത്ത്സ്റ്റാൻഡ് മോർ കംപ്രസീവ് ലോഡ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 1, 2, 3 ആണ് ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്? ആൻസർ പിവറ്റ് ഹിഞ്ച്. അടുത്ത ചോദ്യം, ദ ക്രോ സ്ലൈഡ് ഓഫ് എ lathe is assembled to the saddle with the help of a tapered jib. അടുത്തത്, the tumbler gear mechanism on the lathe is used for changing the direction of the rotation of the lead screw and feed shaft. അടുത്ത ചോദ്യം, the figure shows which lathe accessory? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാച്ച് പ്ലേറ്റ്. അടുത്തത്, there is no loss of accuracy as the chuck get worn out. Which chuck? ആൻസർ ഓപ്ഷൻ എ ആണ്, 4 jaw chuck. അടുത്ത ചോദ്യം, in a coated carbide cutting tool a thin layer of which metal is coated in the surface? ആൻസർ ടൈറ്റാനിയം കാർബൈഡ്. അടുത്ത ചോദ്യം, the destination of the carbide insert are given by the U indicate. ഇവിടെ U എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ടോളറൻസ് ക്ലാസ്സിനാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. What is the least count of the vernier caliper with 50 division on the vernier scale? Answer 0.02 mm. അടുത്ത ചോദ്യം, what is the reading of the vernier caliper shown below? ഇവിടെ വരുന്നത് 9.32 mm ആണ്. അടുത്തത്, ദ ആക്യുറസി ഓഫ് ദ ഡിജിറ്റൽ വെർനിയർ കാലിപ്പറിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.01 mm ആണ്. അടുത്ത, ഹൗ മെനി നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദ തിമ്പിൾ മൈക്രോമീറ്റർ ഹാസ് ആൻ ആക്യുറസി ഓഫ് 0.01? ആൻസർ 50 ഡിവിഷൻസ്. അടുത്ത, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ വൺ സ്നാപ്പ് ഡിവിഷൻ ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ഹാവ് 50 ഡിവിഷൻസ് ഓഫ് ദി തിമ്പിൾ? ആൻസർ 0.5 mm. അടുത്ത, ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സ്പിൻഡിൽ ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഇൻ ദ തിമ്പിൾ ഈസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0.5 mm. അടുത്ത, വാട്ട് ഈസ് ദ റീഡിംഗ് ഓൺ ദ മൈക്രോമീറ്റർ ഷോൺ ഇൻ ദ ഫിഗർ? ഈ ഫിഗറിൽ ആൻസർ വന്ന ഓപ്ഷൻ ബി ആണ്, 7.22 mm. അടുത്ത ചോദ്യം, when an anvil and spindle face of the micrometer are in contact in the zero of the thimble, rest below the datum line of? Answer option B ആണ്, positive error. അടുത്ത ചോദ്യം, when an anvil and spindle face of the micrometer are in contact in the zero of the thimble, rest above the datum line of? Answer option A ആണ്, negative error. In the digital micrometer LCD display measuring the data and make direct readout by the resolution of the 0.001 mm. അടുത്ത ചോദ്യം, which of the following statement are correct about the factors given in the cutting speed? ഓപ്ഷൻ ഡി ആണ്, all of the above. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? റിജിഡിറ്റി ഓഫ് ദ വർക്ക് പീസ്, ഫിനിഷ് റിക്വയർഡ്, ടൂൾ ജോമെട്രി, ഇതെല്ലാം വന്നിട്ടുണ്ട്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ കട്ടിംഗ് സ്പീഡ്? കട്ടിംഗ് എഡ്ജസ് പാസ് ഓവർ ദ മെറ്റീരിയൽ ഇൻ 1 minute. ടൂൾ മൂവ്സ് അലോങ് ദ വർക്ക് ഫോർ ദ വർക്ക് റേറ്റ് ഓഫ് മെറ്റൽ റിമൂവ്ഡ് ഫ്രം ദി വർക്ക് ഇൻ 1 minute. ഇപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, only 1. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ മൈക്രോമീറ്റർ ഈസ് യൂസ് ടു എൻഷുർ ദ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ ദ മെഷറിംഗ് സർഫസ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റാച്ചറ്റ് സ്റ്റോപ്പ്. അടുത്ത, വിച്ച് മൈക്രോമീറ്റർ ആർ ഡിസൈൻ ഫോർ ദ ലോങ്ങർ ഇൻറ്റേർണൽ ത്രെഡ്? ആൻസർ സ്റ്റിക്ക് മൈക്രോമീറ്റർ. അത്, വാട്ട് ഈസ് ദ കട്ടിംഗ് സ്പീഡ് ഓഫ് ദ ഡ്രിൽ ഫോർ ഡ്രില്ലിംഗ് അലൂമിനിയം? ആൻസർ 70 to 100 meter per minute. What is the point angle of the drill of brass and bronze? 118 to 140.
Which of the following statement are correct about the necessity of the boring hole? Answer option C ആണ്. Only 1 and 3. അതായത് എന്തൊക്കെയാണ്? To obtain the concentrity of the hole and to remove the error formed by the drilling and facilitate reaming operations. അടുത്തത് the operation of beveling at the end of the drilled hole is called ഓപ്ഷൻ ഡി ആണ് കൗണ്ടർ സിങ്കിങ്. അടുത്തത് diameter of the letter drill sizes Z is. ആൻസർ ഓപ്ഷൻ സി ആണ് 10.490 mm. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ആർ കറക്റ്റ് അബൌട്ട് ദ ഹാൻഡ് റീമർ? ആൻസർ ഓപ്ഷൻ ബി ആണ് 1 and 3. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? 1 ബിവൽ ഹെഡും ഹീലും വരുന്നുണ്ട്. അടുത്ത വാട്ട് ഈസ് ദ സൈസ് ബേസ്ഡ് ഓൺ വിച്ച് ദ ഡയമെൻഷണൽ ഡീവിയേഷൻസ് ആർ ഗിവൺ? ആൻസർ ബേസിക് സൈസ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ ഡീവിയേഷൻ ഈ സീറോ ആൻഡ് ഷേഫ് ടു ബേസിക് സിസ്റ്റം? ആൻസർ ഓൺലി 2 ആണ്. അപ്പോൾ എന്താണ് വരുന്ന ആൻസർ? അപ്പർ ഡീവിയേഷൻ ഈസ് 0. അടുത്ത ഹൗ മെനി ഫണ്ടമെൻ്റൽ ടോളറൻസസ് ആർ ദെയർ ഇൻ ദ BIS സിസ്റ്റം? BIS സിസ്റ്റത്തിലെ ഫണ്ടമെൻ്റൽ ടോളറൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. Which type of fit the tolerance zone of the hole and shaft will overlap each other? Answer option C ആണ്. ട്രാൻസിഷൻ ഫിറ്റ്. അടുത്ത ചോദ്യം ഡാഷ് ഈസ് ഡിസൈൻ വിത്ത് എ യു സ്ലോട്ട് ആൻഡ് എലിപ്റ്റിക്കൽ സ്ലോട്ട് ടു അക്കോമഡേറ്റ് ദ ബെൻഡ് ടെയിൽ ഓഫ് ദ ലേത്ത് കാരിയർ? ആൻസർ ഓപ്ഷൻ എ ആണ് ക്യാച്ച് പ്ലേറ്റ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേസ് പ്ലേറ്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഫേസ് പ്ലേറ്റ് വിത്ത് ഇലോങ്ങേറ്റഡ് റേഡിയസ് സ്ലോട്ട് ആൻഡ് അഡീഷണൽ പാരലൽ സ്ലോട്ട്, ഫേസ് ലൈറ്റ് വിത്ത് ഇലോങ്ങേറ്റഡ് സ്ലോട്ട് ആൻഡ് ടി സ്ലോട്ട്, ഫേസ് ലൈറ്റ് വിത്ത് ഒൺലി ഇലോങ്ങേറ്റഡ് റേഡിയസ് സ്ലോട്ട്. അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലേത്ത് ആക്സറീസ് ക്യാൻ ബി ക്ലാംപ്ഡ് അറ്റ് എനി ഡിസൈഡ് പൊസിഷൻ ഓൺ ദ ലേത്ത് ലെഡ് ബൈ ബേസ് ക്ലാമ്പിംഗ് സ്ക്രൂ? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ്. അടുത്ത വിച്ച് ടൈപ്പ് ഓഫ് ദി ലേത്ത് സെൻറ്റർ ഈസ് യൂസ്ഡ് വൈൽ ഫേസിംഗ് ദ ജോബ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ സെറ്റിംഗ്സ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹാഫ് സെൻറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെക്കാനിസംസ് ആർ കറക്റ്റ് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ദി ലിവർ ടൈപ്പ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ? ഓപ്ഷൻ ഡി ആണ് ഓൺലി 3. അടുത്ത ചോദ്യം ഈസി ഫോർ സെറ്റിംഗ് ദ ടൂൾ സെൻറ്റർ ഹൈറ്റ് ഓഫ് ദി ടൂൾ ഇൻ ദി ലേത്ത്? യൂണിവേഴ്സൽ ടൂൾ പോസ്റ്റ്. വിച്ച് മെത്തേഡ് ഈസ് യൂസ് ഫോർ ലൂബ്രിക്കേറ്റ് ദ ഹെഡ് സ്റ്റോക്ക് ഓൺ ദ മോഡേൺ ലേത്ത്? ആൻസർ ഓയിൽ പമ്പ് മെത്തേഡ്. അത് വിച്ച് കട്ടിംഗ് ഫ്ലൂയിഡ് ഈസ് യൂസ് ഫോർ ദ ടേണിംഗ് ഓഫ് ദ കോപ്പർ? ആൻസർ സൊല്യൂബിൾ ഓയിൽ. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഐസൊലേറ്റിംഗ് മീഡിയം ടു പ്രിവെൻറ്റ് ദ റാപ്പിഡ് കൂളിംഗ് ആഫ്റ്റർ ബ്രീസിംഗ് ദ ടൂൾ? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് മൈക്ക പൗഡർ. അടുത്ത ചോദ്യം ഇൻ വിച്ച് മാൻഡ്രൽ ഈസ് മാനുഫാക്ചർഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് മാൻഡ്രൽസ്? ആൻസർ സ്റ്റെപ്ഡ് മാൻഡ്രൽ ആണ് ശരി ഉത്തരം. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഈസ് നേളിംഗ്? നേളിംഗ് എന്ന് പറയുന്നത് ഒരു ഫോമിംഗ് ഓപ്പറേഷനാണ്. അടുത്ത ചോദ്യം ഇൻ വിച്ച് കൺട്രി ദ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ഫാക്ടറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിഫോർ 2 centuries? ആൻസർ ഇൻ യൂറോപ്പ്. അടുത്ത ചോദ്യം വാട്ട് ഡു യു മീൻ ബൈ ദ ATC പ്രിപ്പറേഷൻ ഓഫ് ദ പാർട്ട് പ്രോഗ്രാം ആക്സിസ് കൺവെൻഷൻ CNC മെഷീൻ? ആൻസർ ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ. അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് ഡയറക്ഷൻ ഷോൺ ബൈ ദ തം ഫിംഗർ ഇൻ ദ റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം? ആൻസർ ഡയറക്ഷൻ ഓഫ് Z ആക്സിസ്. അടുത്ത ചോദ്യം വിച്ച് ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ മൂവ്സ് ഇൻ ദ വെർട്ടിക്കൽ മെഷീനിങ് സെൻറ്റർ? ആൻസർ ഓപ്ഷൻ എ ആണ് Z ആക്സിസ്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ MPG? MPG എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് മാനുവലി പൾസ് ജനറേറ്റർ. അടുത്ത 91ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദി അബ്സല്യൂട്ട് കോർഡിനേറ്റ് പോയിന്റ്? ആൻസർ ബേസ് ഓൺ ദ ഒറിജിൻ 0.0. അടുത്തത് ഹൗ ഈസ് ദ പോയിന്റ് ആർ മാർക്ഡ് ഇൻ ദ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം? ആൻസർ പോളാർ 0 ആൻഡ് പോളാർ ആക്സിസ് L.
അടുത്ത ചോദ്യം, വിച്ച് കോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിൾ ഇൻ ദ FANUCC CNC കൺട്രോൾ സിസ്റ്റം? ആൻസർ ഓപ്ഷൻ സി ആണ്, G71. അടുത്തത്, വിച്ച് മോഡ് ഈസ് യൂസ് ടു മൂവ് ദ ടററ്റ് ഇൻ ദ മൈക്രോൺ ലെവൽ? ഓപ്ഷൻ ഡി, ഇൻക്രിമെൻറ്റ് ജോഗ് മോഡ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഓപ്പറേഷൻ ഇൻ ദ പോയിൻറ്റ് ടു പോയിൻറ്റ് സിസ്റ്റം? പോയിൻറ്റ് ടു പോയിൻറ്റ് സിസ്റ്റത്തിലെ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ഡ്രില്ലിംഗ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീഡ്ബാക്ക് ഡിവൈസസ് ക്യാൻ ബോത്ത് സ്പീഡ് ആൻഡ് പൊസിഷൻ? ആൻസർ എൻകോഡർ. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ MDA മോഡ്? ഓപ്ഷൻ ബി ആണ്, മൂവ് ദ ആക്സിസ് മാനുവലി. അടുത്തത്, വാട്ട് ഈസ് ദ M ഇൻ ദ ISO ഡെസിഗ്നേഷൻ ഓഫ് ദ ലേത്ത് ടൂൾ ഹോൾഡർ? ഹോൾഡർ ലെങ്ത്. അത് വാട്ട് ഇൻ ദ N ഇൻ ദ ISO സ്റ്റാൻഡേർഡ് ഫോർ സ്പെസിഫൈങ് ടൂൾ ഇൻസ്റ്റെഡ് ഫോർ ദ എക്സാമ്പിൾ ഇത്? ഓപ്ഷൻ ഡി, റിലീഫ് ആംഗിൾ. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ വിച്ച് സിമുലേഷൻ? ഇപ്പോൾ എൻ്റെ ആൻസർ വന്ന ഓപ്ഷൻ ബി ആണ്, ഗ്രാഫ് ഓഫ് ദി കമ്പോണൻറ്റ്.